ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു നല്ല കാര്യം സംഭവിച്ച ലൈഫിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇതെൻ്റെ ഒരു അച്ചീവ്മെന്റ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് എന്തായിരിക്കും? അത് നമ്മളിപ്പോൾ വളരെ ഞാൻ മുമ്പ് എൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു മാലാഖയെ പോലെ ജീവിതത്തിൽ വന്ന് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു പോയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് മുമ്പ് പറയുമായിരുന്നു, ക്ലബ് ഹൗസിൽ നിന്ന് പരിചയപ്പെട്ടതാണ് മൂപ്പര്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുന്നു, ഒരു സമയത്ത് കേരളം മുഴുവൻ നിൻ്റെ പേരുള്ള സിനിമാ പോസ്റ്ററുകൾ വരും എന്ന് പറഞ്ഞിരുന്നു. എനിക്കത്, ഞാനന്ന് സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ല. പാട്ട് ചെയ്യും, പക്ഷേ അന്ന് കൂടുതൽ സൂഫി മ്യൂസിക്കാണ് ചെയ്യുന്നത്. സിനിമയെ പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അതിപ്പോൾ 4-5 വട്ടം സംഭവിച്ചു. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം സംഭവിക്കുമ്പോൾ അത് പുള്ളി പറഞ്ഞത് സംഭവിച്ചല്ലോ, അതിലുപരി എൻ്റെ പ്രയത്നം ഉണ്ട് അതിനകത്ത്. അപ്പോൾ പുള്ളി ഒരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. നമ്മളെന്തെങ്കിലും ഒന്ന് അങ്ങനെ ഒരു പോയിന്റ് വെച്ച് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിനെ പറ്റി ചിന്തിക്കും ഉടനെ. അതുപോലെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ മുമ്പ് പറയാറുണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ട് മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ്. നമ്മൾ ഇതുവരെയ്ക്ക് മരിക്കുന്ന നേരത്തെ ജീവിതത്തിൽ ഓക്കെയാണ്, ഇതുവരെയ്ക്കെല്ലാം കൂളായിട്ടാണ് പോയത്, സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, അങ്ങനെ. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷനാണ്, അതിന് അറബിയിൽ റിള എന്ന് പറയും. അപ്പോൾ ആ ഒരു അത് സൂഫി പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് റിള എന്ന് പറയുന്നത്. അതിലേക്ക് എത്തി മരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല അച്ചീവ്മെൻറ്റ്. ഈ പുള്ളി പറഞ്ഞായിരുന്നല്ലോ എല്ലാ പോസ്റ്ററിലും ഇനി മുത്തുവിന്റെ പേര് വരുമെന്ന്. ആദ്യത്തെ സിനിമാ പോസ്റ്ററിൽ മുത്തുവിന്റെ പേര് വന്നപ്പോൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും പുള്ളിയെ ഇടയ്ക്ക് കാണാറുണ്ട്. ആണോ? എന്ത് പറഞ്ഞു? അപ്പോൾ പുള്ളി നല്ല സന്തോഷവാനാണ്. അതെ. ഈ മ്യൂസിക് അല്ലായിരുന്നു എങ്കിൽ എന്ത് തിരഞ്ഞെടുക്കുമായിരുന്നു? കുറെ ജോലി വിട്ടിട്ടാണല്ലോ ഇതിലോട്ട് വന്നത്. അതല്ലായിരുന്നു, മ്യൂസിക് അല്ല എങ്കിൽ വേറൊരു മ്യൂസിക് ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ട്രാവൽ ചെയ്തോണ്ടിരിക്കും, അല്ലാതെ വേറൊന്നും ഫീൽഡായിട്ട് ഇല്ല. വരുമാനമൊക്കെ നടക്കും. കാരണം ഞാൻ പാട്ടുകൾ മുമ്പേ എഴുതാറുണ്ട്. അപ്പോൾ ഈ ഹദിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് പണ്ട് കലാകാരന്മാർ ചെയ്തിരുന്നത്. എന്തെങ്കിലും നമ്മുടെ ആർട്ടിനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർ നമുക്ക് ഹദിയ തരും, നമുക്ക് ദക്ഷിണ എന്നൊക്കെ പറയും, അതുപോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സമയത്ത് ലൈഫ്. സീരിയസ്ലി ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നു, പാട്ടുകൾ പാടുന്നു, അപ്പോൾ എനിക്ക് ഹദിയകൾ കിട്ടാറുണ്ട്, എൻ്റെ ചിലവുകളൊക്കെ നടന്നു പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു പൊക്കിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പോയിരുന്നു. എന്തായാലും പാട്ട് എന്തായാലും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. ഇലക്ട്രോണിക്കലായിട്ട് കൊളാബ് ചെയ്ത് കുറെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ കുറെ പ്രൊജക്ട് വരുന്നുണ്ട്. പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്, അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇനി ചെയ്തു വെച്ചത് റിലീസ് ആവാനുണ്ട്. പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഈസിയാണ്, പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇലക്ട്രോണിക്കലി കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വെച്ചിരിക്കുന്ന വാക്കുകളുണ്ട്. കമ്പോസ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ മീറ്ററിൽ ഫിക്സ് ചെയ്യാൻ പുള്ളിയുടെ മൈൻഡിലുള്ള വാക്കുകൾ, അതേ ടേസ്റ്റുള്ള വാക്കുകൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ അധിക സമയമൊന്നും എടുക്കാറില്ല, വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ ലിറിക്സും കാര്യങ്ങളൊക്കെ തീരാറുണ്ട്. ഈസിയാണ്. ഇപ്പൊ അത്രയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ്സ് ആണ് തലവരയിലെ സോങ്സ്. അത് അത്രയും ഹിറ്റ് ആയപ്പോ അല്ലെ ട്രെൻഡിങ് ലിസ്റ്റ് വന്നപ്പോ മുത്തുവിന്റെ ഫീൽ എന്തായിരുന്നു? സന്തോഷമുണ്ട്. ഞാൻ ആൾറെഡി കിളിയെടുത്ത് പറയുമായിരുന്നു, ഈ പാട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു. ആ പാട്ട് ചെയ്യുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തോ ആ പാട്ടിന്റെ കമ്പോസിഷൻ അത്ര നല്ലതാണ്. ഞാൻ എഴുതുമ്പോഴും എനിക്ക് നല്ലപോലെ എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി അത് എഴുതിയ സമയത്ത്. അപ്പം ഞാൻ കിളിയെടുത്ത് അന്നേ പറയുമായിരുന്നു, ഈ പാട്ട് കുറേ പേര് എൻ്റെ ഫേവറേറ്റ് ഈ സിനിമയിൽ ആ പാട്ടാണ് റിലീസ് ആവുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച വേറെ ഏതെങ്കിലും വർക്ക് ഉണ്ടോ? അങ്ങനെ സംഭവിച്ച ഹനാൻ ഷായുടെ ഈ കാതൽമാരി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. അതും എനിക്ക് അങ്ങനെ, അതും അത്യാവശ്യം നല്ലപോലെ. പിന്നെ മെഹർ അങ്ങനെ പാട്ടുകളൊക്കെ ഇപ്പോൾ പോപ്പുലറായ പാട്ടുകളൊക്കെ മുമ്പേ തന്നെ അറിയാമായിരുന്നു. ഇത് കുറേ പേരിൽ എത്തും, കുറേ പേര് ഇഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു.